വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തു വന്നിരിക്കുകയാണ്. ഡിഫറെന്റ് കൺട്രീസ് ഫുഡ് ചാലഞ്ച്. അങ്ങനെ ഗയ്സ് ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു ഫുഡ് ചാലഞ്ച് കൊണ്ടുവരുന്നത്. ഗയ്സ് നിങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ മുന്നിൽ ഇതേ 12 രാജ്യങ്ങളുടെ ഫുഡാണ് ഉള്ളത്. ഓരോ രാജ്യത്തിന്റെയും മെയിൻ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഡിഷസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. തായ്ലൻഡ് ഉണ്ട്, ചൈന ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, സ്പെയിൻ ഉണ്ട്, കൊറിയ ഉണ്ട്, റഷ്യ ഉണ്ട്, പിന്നെ സൗദി അറേബ്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്. ഏതായാലും നമുക്ക് ഇതൊന്നും അവിടെ പോയി കഴിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഇത്രയും രാജ്യങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള ലോട്ടുകൾ ഉണ്ട്. അപ്പൊ ഓരോ റൗണ്ടിലും നമ്മൾ 3 പേരും ഓരോ ലോട്ട് വീതം എടുക്കും. ആ ലോട്ടിലുള്ള രാജ്യം ഏതാണോ ആ രാജ്യത്തിലുള്ള ഫുഡ് മാത്രമേ നമുക്ക് ഓരോ റൗണ്ടിൽ കഴിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ലോട്ടിൽ ഏത് രാജ്യമാണോ ഉള്ളത് ആ രാജ്യത്തിലുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണോ ആ രാജ്യത്ത് നിന്ന് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. വെറൈറ്റി ചാലഞ്ച് ആണ്. ഞങ്ങൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? രാവിലെ മുതൽ കരിയിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ മുതൽ തന്നെ വയറ് കാലേക്ക് വന്നതാണ്. ഓരോന്ന് വെറൈറ്റി ഷേപ്പിലൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കണു. എന്തായിരിക്കും ഉള്ളിൽ എന്നുള്ള ഒരു ഭയങ്കര ആകാംക്ഷ. ചിലത് ഇങ്ങനെ ബൗളിലുണ്ട്, ചിലത് പ്ലേറ്റിലുണ്ട്, ചിലത് മറ്റേ ഈ എന്താ സ്പെഷ്യൽ ആയിട്ട് ഒരു പെട്ടിയിലൊക്കെ ഒരു ബോക്സിലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് ലോട്ട് ഇട്ടിട്ട് ആർക്കൊക്കെ ഏതൊക്കെ രാജ്യത്തെ ഫുഡ് കിട്ടും നോക്കാം. ഫസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഫുഡാണ്. നല്ല വെറൈറ്റി ഫുഡ് കിട്ടിയായിരുന്നു. അമേരിക്ക, ജപ്പാൻ, വിയറ്റ്നാം. ഇത് ഏതൊക്കെ ഫുഡ് ഗൈസ്? ജപ്പാനിലല്ലേ കാക്ക മറ്റേ സൂഷി ആ സാധനം അവിടെ അല്ലേ? ഈ ബോക്സ് കണ്ടപ്പോ ഷാമി പറഞ്ഞാണ് അമേരിക്ക എന്തോ വെറൈറ്റി സാധനം. ശരിയാണല്ലോ. വിയറ്റ്നാം അവിടെ ഇനി അടുത്തത് നമുക്ക് ജപ്പാൻ നോക്കാം ഗൈസ്. ജപ്പാൻ ഒരു പ്ലേറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്താണ് ജപ്പാൻ ടെമ്പൂര പ്രോൺസോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഗൈസ്. അല്ല വിയറ്റ്നാമിനെ കാണാനില്ല, ഒന്ന് കണ്ടിട്ട് തരൂ. ഒരു കുഞ്ഞു ബൗള് വലിയ പേരാന്നോ കൊണ്ട് നോക്കട്ടെ. എന്താ വിയറ്റ്നാമീസ് ചിക്കൻ നൂഡിൽസ്. ഇവിടെ കിട്ടേണ്ടതായിരുന്നു അത്. പിന്നെ നമ്മൾ KFC നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ്. എന്നാലും ഞാൻ തുറന്നു. പക്ഷെ കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഷാമിയാണ് ഗൈസ്. ഷാമിക്ക് കിട്ടിയ ജപ്പാനാണ്. ചിലപ്പോ പച്ച ചെമ്മീനൊക്കെ ആയിരിക്കും. ഇല്ല ഇവിടെ ജപ്പാൻ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ അതൊന്നും പറയാം. അപ്പൊ ഒതന്റിക് ഫുഡ് വരെങ്ങനെ തരും? അത് വേവിക്കാത്ത ഫുഡാണെങ്കിൽ അതന്നെ നമുക്ക് തരുള്ളൂ. തുറക്ക് നോക്കട്ടെ. ഞാൻ തുറന്നോക്കട്ടെ. ഇത് മറ്റേ ബ്രോസ്റ്റഡ് ഒക്കെ പോലത്തെ ചെമ്മീനാണ്. അങ്ങനെ ചെമ്മീന് കിട്ടില്ല. ഇവിടെ ഇങ്ങനെ സാലഡ് ഒക്കെ ആയിട്ട് അതിന്റെ മുകളിൽ വേറെ എന്തോ ഒരു മയോനൈസ് പോലത്തെ വേറെ ഒരു സാധനം ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത ശ്രീന്റെ വിയറ്റ്നാം എന്താണ്? ചിക്കൻ നൂഡിൽസ്. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മീനാണോ ചിക്കൻ നൂഡിൽസ് അല്ലേ? അപ്പൊ അത് ചിക്കനാണ്. അത് അനക്ക് ഇഷ്ടമാവുന്ന കള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. ചീസി ഒക്കെ ആയിട്ടുള്ള ബ്രൊക്കോളി ഒക്കെ ഉണ്ട് ഗൈസ്. അയ്യോ എന്ത് രൂപത്തിലേക്കുന്ന് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ചൂടുണ്ടല്ലേ? ഇന്റത് പിന്നെ ഒരു പ്രത്യേകത ഇല്ല. നമ്മൾ നോർമലി വാങ്ങി കഴിക്കുന്ന KFC ചിക്കനാണ്. അത് ഞാൻ തുറന്ന് കാണിക്കാൻ മാത്രമൊന്നുമില്ല. KFC അമേരിക്കയിൽ ഒറിജിൻ ആയതാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കഴിക്കുകയാണ്. അതിന് പിന്നെ ടേസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. സാധാരണ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തത് ഞാൻ എന്തായിരുന്നു ടെമ്പൂര പ്രോൺസ് എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് വലിയ പ്രോൺസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു എന്താ സാലഡോ മയോണൈസ് എന്തോ സാധനം ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സാലഡിലും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. എക്സ്പ്രഷൻ കാണണം എനിക്കും. എന്താ പറയാ, ഇതിനൊരു പീനട്ടിന്റെ ഒക്കെ ടേസ്റ്റ്. ഈ ഒരു ക്രീമില്ലേ മയോണൈസിന് പിന്നെ എന്തൊക്കെയോ തോന്നുന്നു. മയോണൈസിൽ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ഒരു ടൈപ്പ് സാധനമാണ് ഇത്. ഇത് നമ്മളെ നോർമൽ ലെറ്റ്യൂസ് പോലത്തതാണ്. ഇത് പിന്നെ പ്രോൺസ് ഈ ബ്രോസ്റ്റഡ് പ്രോൺസ് ഒക്കെ അല്ലേ അതേപോലത്തെ ടേസ്റ്റ് ആണ്. ഇതിന് ഒരു പീനട്ടിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇനി നമ്മുടെ വിയറ്റ്നാമീസ് ചിക്കൻ നൂഡിൽസ് ആണ് ഗൈസ്. വിയറ്റ്നാമിലെ ചിക്കൻ നൂഡിൽസ് ഞാൻ ഇതുവരെ കഴിച്ചില്ല. ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല നൂഡിൽസ് ഇവിടുത്തെ കഴിച്ചിട്ടുണ്ടല്ലോ. ഈശ്വര ഇഷ്ടപ്പെടണേ. സത്യസന്ധമായിട്ട് പറയട്ടെ,
മുരിങ്ങാക്കറി ഇല്ലയോ, മുരിങ്ങാക്കറിന്റെ നൂഡിൽസ് ഇട്ട് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ബ്രക്കോളിന്റെ എഫക്ട് കൊണ്ടാണ് ബ്രക്കോളിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് കൊണ്ട് നല്ല തേങ്ങ കിട്ടിട്ട് മുരിങ്ങാക്കറി ഇഷ്ടായോ? തേങ്ങ കരച്ച കറി വന്നത് കുഴപ്പമില്ല. മീഡിയം എന്താ ഇവിടെ ബ്രക്കോളി ഉണ്ട്. ചിക്കൻ എവിടെ? അതാ ചിക്കൻ ഈ കളർ ഇങ്ങനെ ചീസ് കൊണ്ടല്ലേ ഈ കളറ്? ചീസ് ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും മൊത്തത്തിലെ ടേസ്റ്റ് ഒരു മുരിങ്ങാക്കോല് കറീന്റെ പോലെയാണ്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കഴിക്കാം, അത്രേ ഉള്ളൂ. മീഡിയം. ഗൈസ്, ഇത് കണ്ട പോലെ ഒന്നല്ല, ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നൂഡിൽസ് ഉണ്ട്, ചീസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, വലിയ വലിയ പീസ് ചിക്കൻ ആയിട്ടുള്ളത്. പിന്നെ ഇത് എഗ് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ബ്രോക്കോളി ഉണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്. മഷ്റൂം ഇവിടെ മഷ്റൂം, ക്യാരറ്റ്, ക്യാപ്സിക്കം, പൊട്ടറ്റോ, ഇത് മഷ്റൂം അല്ലേ? ക്യാപ്സിക്കം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതാണ്. ഇതൊരു കറി നൂഡിൽസ് പോലത്തെ സാധനമാണ്. ഇത് കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവാൻ. നൂഡിൽസ് മാത്രം എടുത്ത് കഴിക്കാണ് ആ ബ്രോക്കോളി പറ്റുന്നതുള്ളൂ. ഇത് ഒരു സാധനം കിട്ടുന്ന കഴിഞ്ഞാൽ അത് കഴിക്കാൻ കേട്ടോ, അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ബ്രോക്കോളി പറഞ്ഞത് അത് ബ്രോക്കോളി മാത്രമല്ല, അതിന്റെ മുന്നിൽ വേറൊന്നുണ്ട്. ആ ബ്രോക്കോളി തന്നെയാ. ഇനി അടുത്തത് കൊടുക്ക്. ഇവിടെ ചിക്കൻ മാത്രമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. മഷ്റൂം തിന്നില്ലല്ലോ ഇതിലുള്ള അധികം കഴിക്കാത്തൊരു നൂഡിൽസും കൂട്ടിയിട്ട്. ഞാനത് കഴിക്കാം. ഇല്ല ഇല്ല, ഇതിന്റെ കൂടെ കഴിച്ചാലേ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. കറിയാണ്. അപ്പൊ അതിന് മഷ്റൂം, ചിക്കൻ, ബ്രോക്കോളി ശരിക്കും വെജിറ്റബിൾ കറി അല്ല, ചിക്കൻ. എന്താ തിന്നാത്തെ? ഒരു ചിക്കൻ അല്ലേ തിന്നുള്ളൂ, ബാക്കി കൂടെ തിന്നു. ഇതിപ്പോ കേസ് ഇല്ല, ഇതിപ്പോ നമ്മള് കഴിക്കാത്ത സാധനമൊന്നുമല്ല. ഇതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കഴിച്ചു തീർക്കും. ഇത് നമ്മളെ വീട്ടിലാവുന്ന സമയത്ത് ചെമ്മീന്റെ വാല ഒഴിവാക്കും. ഇതിന്റെ കൂടെ വാല ഒഴിവാക്കിയിട്ടില്ല. ഇഷ്ടയില്ലേ? പക്ഷെ ഇതിന്റെ കൂടെ ഇതിന്റെ വാലുണ്ട്, അതാണ്. അതിന്റെ വാലില്ലേ, നമ്മളെ വീട്ടിലാവുമ്പോ വാല് മുറിച്ച് കളയും. പക്ഷെ ഇത് വാല് തോടോടൊക്കെയാണുള്ളത് കേട്ടോ. ഇത് കഴിക്കരുത്. ചിലപ്പോ അവിടെ ചിലപ്പോ അത് കടിച്ചു മുറിച്ച് കഴിക്കലേക്ക് ഷമി ആയിരിക്കും. അപ്പൊ അനക്ക് കഴിച്ചൂടെ? ഞാൻ അവിടുത്തെ രീതിയിൽ തന്നെ ബ്രൊക്കോളി കൊണ്ട് തീറ്റിച്ചോ. ബ്രോക്കോളി ഇവിടെയുള്ള സാധനമല്ലേ, അതുകൊണ്ടാണ്. ഇത് ഞാൻ രണ്ടെണ്ണം തിന്നു കഴിഞ്ഞു ഓൾറെഡി. തിന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ തിന്നുന്ന വാലാണ്. ഗൈസ്, ഇന്റെ ഫുഡ് എനിക്ക് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ട്. കാര്യം ഇന്റെ വളരെ നോർമൽ ആണ്, അങ്ങനെ വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല, ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ആക്ച്വലി ഞാനൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. തീരെ തിന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ഫസ്റ്റ് റൗണ്ട് നല്ല അടിപൊളി റൗണ്ടായിരുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ജപ്പാനിൽ പോയി കഴിഞ്ഞാലും ഞാൻ ജീവിക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. അടുത്ത ഭയങ്കര എക്സൈറ്റഡ് ആയി ഗൈസ് ഫസ്റ്റ് റൗണ്ടിലുള്ള ഫുഡ് കണ്ടിട്ട്. എനിക്ക് നല്ലത് തന്നെ കിട്ടുന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഞാൻ. അടുത്തല്ലേ അതിന്റെ ചിരിയാണ് മുഖത്ത് കണ്ടിട്ട്. അല്ല, ഞാൻ എന്താ അറിയോ, ഈ ചൈന ഷാമിക്ക് കിട്ടണായിരുന്നു. പുഴുവിന്റെ ഫ്രൈ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഓരോന്ന് ഭയങ്കര ഇങ്ങനെ കാമായിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നത്. അതിലുണ്ടാവുന്നവര് ഇങ്ങനെ തൊടിയിൽ പോയിട്ട് എവിടേക്കൊക്കെയോ പോയിട്ട് ചളിന്ന് പുഴുവിനെടുത്ത് 4 പ്രാവശ്യം മറ്റേ ഒച്ചിനെടുത്ത് ഉപ്പിലിട്ടിട്ട് കിട്ടണം. നല്ല അടിപൊളി മുട്ടല്ലേ, കോഴിമുട്ട, അതെന്തിലൊക്കെയോ ചാരത്തിലൊക്കെ പൊതിഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ ഇട്ടിട്ട് അതൊരു 20 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി അത് മുറിച്ച് എന്തിലൊക്കെയോ മുക്കി. ഇവിടെ വലിയൊരു ആടിനെ, വലിയൊരു കോഴീനെ, ഇതിനൊന്നിനും തിന്നുന്നതിന് കുഴപ്പമില്ല. പുഴുവിനെ ഞാൻ പറയുന്നത് കോഴീനെ 10 ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ അതോ അതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഏത് കൺട്രി കിട്ടുക ഈ പ്രാവശ്യം കൊറിയ കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. എനിക്കിഷ്ടമാണ് കൊറിയ. പിന്നെ തായ്ലൻഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം തായ്ലൻഡിൽ പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലോ. എനിക്ക് ഒന്നെങ്കിൽ സ്പെയിന് അല്ലെങ്കിൽ റഷ്യ, രണ്ടും നല്ല അടിപൊളി പ്ലാറ്റർ പോലെയാണ്. എനിക്ക് ഇന്ത്യ കിട്ടിയാൽ മതി. ഇന്ത്യയിൽ എന്തായാലും നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനില്ലായിരുന്നു, പ്രാവശ്യം ഞാനൊരു ഗ്രീൻ എടുക്കാം. എനിക്ക് ഫ്രാൻസ് ആണ് കേസ് കിട്ടിയത്. സ്പെയിൻ ആണ് കേസ് എനിക്ക് കിട്ടിയത്. ചൈന മുഴുവനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുഴു ഫ്രൈ ഞാൻ എടുത്ത് നോക്കട്ടെ. ശ്രീക്ക് എന്താ ചൈനയിൽ കിട്ടിയത്? ചിക്കൻ ഗ്രേവി. വീണ്ടും ചിക്കനാണ്. ചിക്കൻ ഗ്രേവി. അങ്ങനെ ഒന്ന് പറ, ചൈനീസിലൊന്ന് പറ. മൂക്കൊണ്ട് അപ്പൊ നമുക്ക് ചൈനയിൽ എന്താ ഉള്ളത്? എന്താ ശുഷ്കാന്തി. ഇത് ചോറല്ലേ, ചോറും ചിക്കൻ കറി മതി. ചിക്കൻ കറി എനിക്ക് വന്നിട്ട് മറ്റേ ഈ ചില്ലി ചിക്കൻ ഇല്ലേ, ചില്ലി ചിക്കൻ ആയിരിക്കും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ചോറും ചിക്കൻ കറി കൂട്ടിക്കോളാം. ചിക്കൻ ഗ്രേവി, ചിക്കൻ ഗ്രേവി, ചോറും പിന്നെ എന്തായിരുന്നു ചില്ലി ചിക്കനും. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു. മധുരക്കാവണേ ആയിരിക്കും ഇത് കണ്ടിട്ട് തോന്നുന്നു. ആണ് അതിന്റെ സ്മെല്ലിൽ അങ്ങനെയുള്ള കുറച്ച് എടുക്കൂ. കറി എടുത്തില്ല,
കറി എടുത്ത് പോരെ. ഒറ്റ മിനിറ്റ്, ഇവിടെ ഉടായ്പാണ് guys. ഞാൻ ഇവളെ കൊണ്ട് തിന്നിക്കേണ്ട അവസ്ഥ. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇവിടെ തിരിച്ചു കൊടുക്കുന്നത്? ഇവൾക്ക് ചെറിയ തരത്തിലുള്ള ഉടായ്പുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പൊ റെഡി കഴിച്ചോ. ഇപ്പൊ ഭാവമായി. എങ്ങനെയുണ്ട്? വെളുത്തുള്ളി മെയിനാണ്, വെളുത്തുള്ളി മെയിനാണ്. ഇത് ചിക്കൻ കറി കഴിച്ച് പറഞ്ഞോളാം. ചോറ് വരുന്നു, പക്ഷെ മധുരല്ല, മസാല ചോയ ആണോ? എന്നാ ചിക്കൻ പീസ് എടുത്ത് കഴിച്ചു നോക്ക്. നമുക്ക് ഈ ചിക്കൻ എടുത്തതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇതിന്റെ പ്രസന്റേഷൻ ഭയങ്കര പ്രസന്റേഷൻ അടിപൊളി. ചിക്കൻ എങ്ങനെയാന്ന് വെച്ചാല് എരിവില്ല, ഒരു മസാല ചോയ, പക്ഷെ ചിക്കൻ കഴിക്കാം. ഈ കറി എനിക്ക് അത്ര ഇഷ്ടമായില്ല. ചിക്കൻ ടേസ്റ്റ് ഉണ്ട്, ഗ്രേവി ഇഷ്ടമായില്ല, ചിക്കനും ഇഷ്ടമായി, അതിന്റെ റൈസും ഇഷ്ടമായി. സ്പെയിനിലൊരു പ്ലാറ്റർ ഒക്കെ ആണ് ഉള്ളത്. ഞാൻ ആവറേജ് പ്ലാറ്റർ ആയിരുന്നു കഴിച്ചത്. എന്താ അതിന്റെ അടിയില്? സ്പാനിഷ് ഓംലെറ്റ്. ഇന്ത്യത് ഫ്രാൻസ്. ഫ്രാൻസില് ഇതിന് നമ്മളിവിടെ ക്രൊസന്റ് എന്ന് പറയും. ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. ക്രൊസാൻ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എനിക്ക് സ്പെയിനിൽ കിട്ടിയത് സ്പാനിഷ് ഓംലേറ്റ് ആണ് കേട്ടോ. ഞാൻ തുറന്നു നോക്കട്ടെ. വലിയ ഓംലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ മറ്റേ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്. സ്പാനിഷ് ഓംലേറ്റാ? എനിക്ക് തോന്നുന്നു ഓംലേറ്റിൽ എന്തൊക്കെയോ നല്ല വെറൈറ്റി പ്ലാറ്റർ ആണ് ഗൈസ്. ഈ ഓംലേറ്റിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. എന്റെ അമ്മ, വേറൊരു എഗ്ഗോ എന്തൊക്കെയോ ഉണ്ട്. ചീസ് തോന്നുന്നു, ഒരു വൈറ്റ് ലെയർ. ഇത് എന്താ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിങ്ങനെ ആക്കി നോക്കട്ടെ. ഇത് ആ ഒരു വൈറ്റ് കളർ ചീസ് ഉണ്ട്. അതിന്റെ ഉള്ളില് ക്യാപ്സിക്കം ഉണ്ട്. എനിക്ക് തോന്നുന്നു കുരുമുളക്, കുറെ ഹെർബ്സ് ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്റെ ഫേവറേറ്റ് സാധനം ഉണ്ട്. ഞാനിവിടെ ക്രോസന്റ് തുറക്കാൻ പോവാ. അടങ്ങി ക്രോസന്റ് തുറക്കില്ല, ഞാൻ അത് കഴിച്ചിട്ട് ഞാൻ പറയട്ടെ. എനിക്ക് ഇഷ്ടമാണ്, നല്ല രസം കിട്ടും. എനിക്ക് ബട്ടറിലാണ് ഉണ്ടാക്കിയത് ഓംലെറ്റ്. സ്മെല്ലോണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ടേസ്റ്റ് ഉണ്ടോ? കൊതിയാവുന്ന കഴിക്കും. ഞാൻ ഇപ്പൊ സ്പെയിനിലാണുള്ളത്. സ്പാനിഷ് സംസാരിക്കണം എന്നാല്. സംസാരിക്കുന്നില്ല. അടിപൊളി. ഇതില്ലേ ഈ വൈറ്റ് എന്താ? വൈറ്റ് ചീസാണോ? ചീസാ, വൈറ്റ് ചീസാണ്. പിന്നെ അതിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു പൊട്ടാറ്റോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പൊട്ടാറ്റോ ഫുള്ള് വേവിച്ചിട്ട് ഇങ്ങനെ ക്യൂബ്സ് പോലെ ഉള്ളത് പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓംലെറ്റ്. ഇനി ഞാൻ ക്രോസന്റ് ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കി നോക്കാം അല്ലേ? ഇവിടെ ഉണ്ടാക്കി നോക്കാം. ഞാൻ തുറക്കാൻ പോവാണേ. അപ്പൊ ഗൈസ്, ക്രോസന്റ് ഫ്രാൻസിന്റെ ആണ് കേട്ടോ. ചോക്ലേറ്റ് അല്ല, ബട്ടർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബട്ടർ ക്രോസന്റ്. ആ, ഉള്ളില് ബട്ടർ ആട്ടോ. ലൈറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാൻ കഴിച്ചു നോക്കട്ടെ. അത് ന്യൂട്രലയിലും ബട്ടറിലും എല്ലാത്തിലും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിപ്പോ ഈ ഡിപ്പില്, ഈ ബട്ടറിന്റെ ഡിപ്പിൽ ഇങ്ങനെ മുക്കാം. ശ്രീക്ക് കൊതിയാണല്ലേ? ശ്രീക്ക് 2 റൗണ്ട് ചെറുതായിട്ട് പാളിപ്പോയി. നല്ല രസമുണ്ട്. ഈ റൗണ്ടില് ഭയങ്കര വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് എന്തായിരുന്നു ആ സംഭവത്തിന്റെ പേര്? കുംപാവോ ചിക്കൻ ഗ്രേവിയാണ്. കാര്യം ഭയങ്കര ടേസ്റ്റിലും ഡിഫറെന്റ് ആണ്. നമ്മൾ ഇവിടത്തെ പോലെ എരിവും പുളിയൊന്നും അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എരിവില്ല, പുളിയില്ല, മസാലേന്റെ ചോയ മാത്രമേ ഉള്ളൂ. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഹെർബ്സ് എന്ന് പറയുന്നില്ല, നമ്മുടെ എന്താ എന്തൊക്കെയോ മസാല എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സാധനം. ഇതില്ലേ, ഈ ഒരു സാധനം നമ്മൾ ഇവിടെ ആരും അങ്ങനെ ഉണ്ടാക്കി വെക്കാത്ത സാധനമാണ്. ഇത് ശരിക്കും നമുക്ക് ലഞ്ച് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ അങ്ങനെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കഴിക്കുന്നത് കാരണം ഭയങ്കര ഹെൽത്തിയാണ്. നല്ല ഹെൽത്തിയും ആണ്, നല്ല ഫില്ലിങ്ങും ആയിരിക്കും. ഇത് പിന്നെ നല്ല രസമുണ്ട്. ഇതില് ശരിക്കും ഒരു പാത്രത്തിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ലോണം കഴിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോയിട്ട് അടുത്തത് ഏത് രാജ്യത്തെ ഫുഡാ കിട്ടുന്നത് നോക്കാം. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇനി ആകെ 6 രാജ്യങ്ങളാണ് ഗൈസ് ബാക്കിയുള്ളത്. ഇറ്റലി ഉണ്ട്, റഷ്യ ഉണ്ട്, കൊറിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഞാൻ ഇതുവരെ അമേരിക്കയും ഫ്രാൻസും ആട്ടോ എനിക്ക് കിട്ടിയത്. ജപ്പാനാണ് ഗൈസ് കിട്ടിയത്. ജപ്പാനും സ്പെയിനും. എനിക്ക് വിയറ്റ്നാമും കിട്ടി, പിന്നെ തൊട്ട് പിന്നെ ചൈനയും കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഇതിൽ ഏതാ കിട്ടാൻ നോക്കാം. സ്പെയിനിന്റെ കഷ്ടകാലാണ്. 2 റൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. ഇനി ഇന്ത്യ കിട്ടാൻ നോക്കൂ. ഇന്ത്യ കിട്ടണമെന്നാണ്. അതെ, റഷ്യ. എനിക്ക്
ഇപ്പോഴാണ് ഇന്ത്യ കിട്ടിയത്. സൗദി അറേബ്യ കുഴപ്പമില്ല. അറേബ്യയിലെ ഫുഡൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് കിട്ടണ്ടാവില്ല. അപ്പൊ ചെറിയ കുറച്ചധികം വിദേശ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഇനി എന്റെ രാജ്യത്തേക്ക് തിരിച്ചു ഞാൻ റഷ്യത്തെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. റഷ്യ ഇവിടെ അതും ഇതേപോലെ തന്നെ വേറെ എന്തോ ഒരു പ്ലാറ്റർ ആണ് കേട്ടോ. 2 പ്ലാറ്റർ ഷാമിക്ക് പോയി. എവിടെ എന്താണ് ബീഫ് ഞാനൊന്ന് വായിച്ചു കിട്ടെ. ബീഫ് സ്ട്രോഗണോഫ് അങ്ങനെ കിടക്കട്ടെ. ബീഫ് സ്ട്രോഗണോഫ് അത് തുറന്നു നോക്കുക. അതെനിക്ക് കാണണം. അത് തുറന്നു കിട്ടെ. ഇതും പ്ലാറ്റർ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണേ. ബീഫിന്റെ എന്തോ ആണ്. ബീഫിന്റെ എന്തോ ആണ്. സ്ട്രോഗണോഫ് എന്താണോ? നല്ല ചോറും ബീഫ് കറിയും എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള ക്യാപ്സിക്കും എന്താ പറയാ മഷ്റൂമും ഒക്കെ ഇട്ടിട്ടുള്ള ബീഫാണ്. കുഞ്ഞു കുഞ്ഞു ബീഫ് ആയിട്ടില്ലേ, ചെറിയ ചെറിയ ബീഫ് ആയിട്ടുള്ള. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാല് കൊറേ ഇങ്ങനെ ഫ്ലേവേഴ്സ് ഉള്ള അല്ലേ, വേറെ ഫ്ലേവേഴ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതും. ഇത് ബേബി കോണാ. ഇത് ബീൻസ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ അതിന്റെ കൂടെ ക്യാരറ്റ് ഉണ്ട്. അത് നമുക്ക് ബീഫ് എടുത്തിട്ട് കുറച്ച് ചോറിലേക്ക് ഇടാം. ചോറ് പേരിനേ ഉള്ളൂ അല്ലേ? ചോറ് പേരിനേ ഉള്ളൂ. അതൊക്കെ ഇഷ്ടായി. ഇങ്ങനത്തെ എല്ലാ ഫ്ലേവറും ഇഷ്ടമായി. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിനാ രസമുണ്ട്. ബീഫ് നമ്മള് വേവിക്കുന്ന അത്ര ഒരു വേവില്ല, കുറച്ച് വേവ് കുറവാണ്. മറ്റേ ഈ ബേബി ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസ് കൂട്ടി തിന്നാ ടേസ്റ്റ് ഉണ്ട്. ബീഫ് കഴിക്കരുത്. ബീഫ് മുഴുവൻ ബീഫ് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റും. ബീഫ് കഴിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ഈ സ്റ്റേക്കൊക്കെ പോലെ അത്ര ഭയങ്കര വെന്ത അങ്ങനെയല്ല, കുറച്ചിങ്ങനെ ബീഫ് കടിക്കാൻ കിട്ടുന്നുണ്ട്. ബേബി കോൺ കഴിക്കാം. എല്ലാവരും പച്ചയാണ് വേവിക്കാൻ മറന്നു കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആദ്യം കഴിച്ചത് KFC, പിന്നെ കഴിച്ചത് ക്രോസന്റ്, ഇപ്പൊ മസാല ദോശ കഴിച്ചു. ഞാൻ കഴിച്ചതന്നെ. ഞാൻ ആ സൗദി അറേബ്യ ഒന്ന് എടുത്തോട്ടെ. സൗദി അറേബ്യ എന്താണിത്? മന്തി പോലത്തെ കബ്സ സൗദി അറേബ്യന്റെ ഒതന്റിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫുഡാണ് ഗൈസ്. എന്നോട് ചിക്കൻ പീസ് ഉണ്ടല്ലോ. ചിക്കൻ പീസ്, നല്ലൊരു വലിയ ചിക്കൻ പീസ് ഉണ്ട്. ഇവിടെ സാലഡ് ഉണ്ട്, മയോണൈസും ഉണ്ട്. സാലഡ് 2 റൗണ്ടിലൊക്കെ നല്ല തിന്നാൻ കിട്ടാത്തല്ലേ. കഴിച്ചോ. ചിക്കൻ എടുക്കാൻ പറ്റൂല, അപ്പൊ തൽക്കാലം ഇങ്ങനെ കഴിക്കാം. കുറച്ച് മസാല ടൈപ്പാണ്. അങ്ങനെ 1-2 റൗണ്ട് കഴിഞ്ഞ് സ്ത്രീ സക്സസ്ഫുള്ളി 3ാമത്തെ റൗണ്ട് മസാല ദോശ കഴിക്കാണ്. ചട്നി ഒന്നും കിട്ടില്ല. ചട്നി ഒന്നും വെച്ചില്ല. എന്താ വെക്കാൻ ഒന്നുമില്ല. വെറും മസാല ദോശ തന്നെ, പ്ലെയിൻ മസാല ദോശ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ വീട്ടില് ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കല്ലേ ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കൂലേ സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്താൽ തോന്നുന്നുണ്ട്. ബീഫിന് ഒരു കട്ടിയുണ്ട്, അതാണ് പ്രശ്നം അല്ലേ. ഇങ്ങനെ വേവിച്ചതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവും. റൈസിന് എന്താ ഫ്ലേവർ? റൈസിന് എന്താ ഫ്ലേവർ? സാധാ ഫ്ലേവർ തന്നെ, പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, സാധാ പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ റഷ്യന്റെ ഫുഡാണ് ഗൈസ് ബീഫ് സ്ട്രോഗണോഫ്. സൗദിന്റെ ഫുഡാണ് ഗൈസ് കബ്സ. ഇന്ത്യയിലെ ഫുഡാണ് ഗൈസ് നമ്മളെ സ്വന്തം മസാല ദോശ. ഗൈസ് അങ്ങനെ നമ്മൾ 4ാമത്തെ റൗണ്ട് എത്തിരിക്കുകയാണ്. 4ാമത്തെ റൗണ്ടിൽ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങള് ഇറ്റലി ഉണ്ട്, കൊറിയ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്. ഇതിലെനിക്ക് കൊറിയ മതി. എല്ലാവർക്കും കൊറിയ മതി. കൊറിയത്തെ ഫുഡ് കഴിക്കാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഡ്രാമ ഒക്കെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് ലോട്ടിടാം. എനിക്ക് തായ്ലൻഡിന്റെ ഫുഡ് എന്താണോ ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് ഇങ്ങനെ കൊറിയയിൽ എന്ത് കേട്ട് കഴിഞ്ഞാലും ഫസ്റ്റ് ഓർമ്മ വരെ കിംച്ചിയാണ്. ഇത് എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഞാനാ കഴിച്ചേ. ഇത് അച്ചാറൊക്കെ പോലത്തെ ഒരു സാധനം. ഇത് ക്യാബേജ് കൊണ്ട് അച്ചാറുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഇതെന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഒന്നും കാണുമ്പോ കൊതിയുണ്ട്, വായിൽ വെള്ളം ഊറുന്നു.
പുക ചോദിക്കുന്നോ? അത് അവിടുത്തെ ഒതന്റിക് ടേസ്റ്റ് ആണ് guys. ആ ചെലപ്പോ ചെലപ്പോ അത് അങ്ങനെ പുകയ്ക്കുന്നതായിരിക്കും ക്യാബേജ്. എന്താ ഈ സ്മോക്ഡ് ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വല്ലതാണെങ്കിലും പുകന്റെ സ്മെല്ല് വരുന്നത് എനിക്ക് തോന്നുന്നു ഓരുണ്ടാക്കിയപ്പോ അടി പിടിച്ചതാന്ന്. ഇത് പക്ഷെ അടുപ്പത്ത് നിന്നിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല. അന്ന് തിന്നപ്പോ ഇങ്ങനെ ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഇതിപ്പോ മൂടി വെച്ചിട്ട് എന്തോ ആക്കിയതാണ്. എന്താണെങ്കിലും തിന്നേ. ഞാൻ കഴിക്കണ്ടതാ, ഞാൻ കഴിക്കും. നല്ല കഴിക്കണം തോന്നില്ല. ഇത് ഇറ്റലി അല്ലേ? ഞാൻ ഇറ്റലി എടുക്കട്ടെ. ഇറ്റലിയിൽ എന്താ ഫുഡ്? മാർഗരറ്റ് പിസ്സ. മാർഗരീറ്റ പിസ്സ. അത് അനക്കെങ്ങനെ അറിയാം? മാർഗരീറ്റ പിസ്സ ഇതിന് മുന്നേ കഴിച്ചില്ല. നല്ല രസമുള്ള പിസ്സ. ഈ പിസ്സന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റലിയാണെന്നാണ് സെല്ല് പറയുന്നത്. അവിടുത്തെ ഒതന്റിക് ഫുഡാണ്, അതായത് ഒതന്റിക് പിസ്സയാണ് മാർഗരീറ്റ പിസ്സ. നമ്മള് കഴിച്ചില്ലേ? മാർഗരീറ്റ എന്ന് അറിയില്ലതേ ഉള്ളൂ. സത്യം അതാണ്. എനിക്കിത് കഴിച്ച ഓർമ്മയില്ലേണ്ടാ. ഇത് കഴിക്കുമ്പോ മാർഗരീറ്റ എന്നറിയില്ലേ? ഓർമ്മ നല്ല അടിപൊളി പിസ്സയാണ് guys. എനിക്ക് ഇഷ്ടമായി. ഇനി അടുത്തത് ഞാൻ തായ്ലൻഡിന്റെ ഒരു ബൗളൊക്കെ ആണ് guys. എന്താ നോക്കി നോക്കട്ടെ. എന്താണ്? വെജ് തായി ഗ്രെയിൻ കറി. പച്ചക്കറി കറി മാത്രം കഴിക്കണോ? പച്ചക്കറി എന്നാണോ ഉദ്ദേശിച്ചത്? ഗ്രീൻ കറി ആയിരിക്കും. ഞാൻ തുറന്നു നോക്കട്ടെ. ഒരു മിനിറ്റ് ഇത് കറിയാണ്. ഇതിന് കൂടെ കൂട്ടി കഴിക്കൊന്നും ഉണ്ടാവില്ല. കറി എങ്ങനെ കുടിക്കേ? നമുക്കല്ലേ അവര് ഈ കറി ഉദ്ദേശിക്കുന്ന ഈ ബൗളിലുള്ള എടി ഈ നേരത്തെ ഒക്കെ കൊടുത്ത രണ്ടെണ്ണം കറിയാണ്. ആ അതായത് ഈ പൊറിഡ്ജ് ഒക്കെ പോലത്തെ അങ്ങനത്തെ സാധനം അല്ലേ ശ്രീ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു. എനിക്ക് കളർ ഉണ്ട് ടെൻഷൻ. അതായത് ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും? വെണ്ടക്കൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. വെണ്ടക്കല്ല, ഇത് കോണാണ്. ശരി. മഷ്റൂം ഉണ്ട്, കോൺ ഉണ്ട്. മതി പറഞ്ഞത് മതി. കഴിച്ചോ. നല്ല പച്ച സ്മെല്ല്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുക ചോദിക്കുന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ഇതിന്റെ ടേസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഞാൻ തിന്നല്ലേ കഴിച്ചേ പറ്റുള്ളൂ ചാവി. സന്തോഷം. അത് കഴിക്കാൻ പറ്റൂല, സത്യം കഴിക്കാൻ പറ്റില്ല. സാധനം അത് ക്യാരറ്റാ. ഇത് അത് മറ്റേ ഉള്ളിത്തണ്ട്. ഉള്ളിത്തണ്ടൊന്നല്ല, വെറൈറ്റി സാധനങ്ങളുണ്ട്. നമുക്ക് അത് ആദ്യം കൊടുത്തു നോക്കട്ടെ. ഗ്രേവി വേണ്ട, ഊറ്റിട്ട് തരാം. ഗ്രേവി ഇട്ടിരുത്താ. ബ്രൊക്കോളി ഇന്ന് ഊറ്റിട്ട് കൊടുത്തേ. ബ്രൊക്കോളി തന്നോ, ഞാൻ തിന്നോളാം. എന്താണ് ചീര? ഏതാ സ്ഥലം? തായ്ലൻഡിൽ എങ്ങനെയല്ലേ ഇവർ ഇതൊക്കെ കഴിക്കുന്നത്? അവർക്കത് ശീലമായി ഉണ്ടാവും കഴിക്കാൻ. ചിലപ്പോ അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മളെ ബിരിയാണി ഒക്കെ പോലെ ചിലപ്പോൾ അതായിരിക്കും. ഒതന്റിക് ആയിട്ടുള്ള സാധനല്ലേ. ഷാമി, എനിക്ക് എന്തൊക്കെ ഒരു അവസരം കിട്ടിയത് നോക്ക്. അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ. പച്ചക്കറി എത്ര രാജ്യത്തെ ഫുഡുകൾ വെറൈറ്റി ആയിട്ടുള്ള കഴിച്ചില്ലേ. ഇതൊക്കെ കിംച്ചിയിലെ ക്യാരറ്റ് ഒക്കെ എന്ത് രസം അറിയോ. ഈ പിസ്സ കണ്ടുപിടിച്ച ഇറ്റലിനോട് നന്ദിയുണ്ട്. ഷാമിക്ക് ഒരു തരത്തിലുള്ള ഒരു സഹതാപം പോലും ഇല്ല വിയറ്റ്നാമിനോട്, അല്ല തായ്ലൻഡിനോട്. തായ്ലൻഡിനോട് ഞാൻ പൊറുക്കൂല, പൊറുക്കൂല. എനിക്ക് ഇത് ഒരുവിധം ഫുഡൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് അങ്ങനെ ഒരുവിധം ടേസ്റ്റ് ഒക്കെ എനിക്ക് പറ്റും. പക്ഷെ ഇത് എനിക്ക് പറ്റുന്നില്ല. ഇത് എന്തോ ഒരു എനിക്കെന്തോ മരുന്നിന്റെ ടേസ്റ്റോ എന്തോ ഒരു മധുരമില്ലായ്മ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കേസ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉള്ള സാധനം. സല്ലൂനെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഒറ്റ സ്പൂൺ ഒന്ന് മണത്തന്നെങ്കിലും നോക്ക് കാക്ക. നിന്റെ അഭിപ്രായം പറയണേ. ബ്രോക്കലി വേണ്ട, മഷ്റൂം പിന്നെന്താ വേണ്ടിയ കാക്കിയല്? അത് കിട്ടില്ല ടേസ്റ്റ്. ഒന്ന് കാക്ക കഴിക്കണം കേട്ടോ ശരിക്കും. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് പറ. അടിപൊളിയല്ലേ ഗൈസ്? ഞാൻ ഈ ഫുഡിനെ കുറ്റം പറയുന്നില്ല. ഇത് തായ്ലൻഡുകാർക്ക് ഇഷ്ടമാവുമായിരിക്കും, ഓർക്ക് ഈ ടേസ്റ്റ് പറ്റിയായിരിക്കും. പക്ഷെ എനിക്കിത് തീരെ പറ്റുന്ന ടേസ്റ്റ് അല്ല.
ഒരുവിധ ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ ഞാൻ കഴിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള 4 രാജ്യങ്ങളുടെ ഫുഡും എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് അമേരിക്ക, കൊറിയ, ഫ്രാൻസ്, ഇന്ത്യ ഈ 4 രാജ്യങ്ങളുടെ ഫുഡാണ് കിട്ടിയത്. അത് എല്ലാ ഫുഡുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മസാല ദോശ, കിംചി, പിന്നെ ക്രൊസന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഫസ്റ്റ് കിട്ടിയത് KFC. അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് കിട്ടിയത് എന്ത് പറഞ്ഞു? തായ്ലൻഡ്, സ്പെയിന്, റഷ്യ, ജപ്പാനാണ്. അതിലെനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത് തായ്ലൻഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് കിട്ടിയത് വിയറ്റ്നാം, സൗദി അറേബ്യ, ചൈനീസ്, ഇറ്റലി. അതിൽ എനിക്ക് സൗദി അറേബ്യ, ഇറ്റലി ഇഷ്ടം. അതെ, ആ 2 മാത്രമേ എനിക്ക് ഇഷ്ടമായുള്ളൂ. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഞങ്ങളെ ഒരുവിധമല്ല 12 രാജ്യത്തെ ഫുഡുകൾ ഞങ്ങൾ ട്രൈ ചെയ്ത് അതിൽ കുറച്ച് ഞങ്ങൾ ഫുഡിനെ പറ്റി നോക്കുന്ന സമയത്ത് ഏതൊക്കെ രാജ്യത്ത് പോകണമെന്ന് ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. സഞ്ജിത signing off.